സ്ഥലത്തേക്ക് ഇപ്പോൾ മന്ത്രിയും MP-യും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട്. ഇത്രയും കാലം അവർ സ്വരുക്കൂട്ടിയതെല്ലാം മണ്ണിനടിയിലായി. ഇനി എന്താണ് ആ മനുഷ്യർ ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അവർ ചോദിക്കുകയാണ്. മറുപടിയില്ലാതെ നിൽക്കുകയാണ് അധികാരികൾ. എങ്ങോട്ടേക്ക് മാറി താമസിക്കണം, ക്യാമ്പുകളിലേക്കാണോ, ഞങ്ങളുടെ കുട്ടികൾ ഇനി നാളെ മുതൽ എവിടെയാണ് പോയി പഠിക്കേണ്ടത്, അവരുടെ പാഠപുസ്തകങ്ങളടക്കം ആ മണ്ണിനടിയിലാണ്, എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യർ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ജന്മം പാഴായതായത്, ഒരു ജന്മം പാഴായതാ. ഞങ്ങൾ ഇത്രേ പറയാനുള്ളൂ, ഒരു ജന്മം ഞങ്ങളുടെ പാഴായതായത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. മാറിയായിരുന്നു. ഞങ്ങള് ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു ആരും മാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മിഞ്ഞാന്ന് എല്ലാവരും കൂടെ കയറിപ്പോയി വീട്ടില് വിണ്ട് കയറിയിരിക്കുക. വിണ്ട് കയറിയിരുന്നപ്പോ ഞങ്ങളെല്ലാം കൂടെ തീരുമാനം എടുത്തു, ഈ ലക്ഷം വീട് ഇവിടെ കുറെ പേര് 3-6 പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങോട്ടുള്ള വീട്ടിലേക്ക് എല്ലാവരെയും മാറ്റാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ളവരെ മാറ്റാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ മാറ്റാനായിട്ട് വന്നപ്പോഴത്തേക്കും കയറിപ്പോയി നോക്കിയപ്പോൾ മെമ്പർ പറഞ്ഞു അവിടെ ഭയങ്കരമായ ഇതിലാണ്, നമുക്ക് സ്കൂളിലേക്ക് അവരെ പറഞ്ഞുവിടാം. അങ്ങനെ എല്ലാവരും സ്കൂളിലേക്ക് പോയി. ഇന്നലെ രാവിലെ 10 മണി മുതൽ ഞങ്ങൾ ഇവിടെ ഉള്ളവരെ മാറ്റാനുള്ള സംവിധാനം പറഞ്ഞു. ബിജുവിനെ ഞങ്ങൾ വിളിച്ചതാണ്, മാറാൻ പറഞ്ഞിരുന്നു. പക്ഷെ ബിജു എന്തോ സാധനം എടുക്കാൻ വന്നതാണ്. വന്നപ്പോ പിള്ളേക്ക് അബദ്ധം പറ്റി. ഇത് വരാൻ എത്ര നേരം വേണം, കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ബിജു അങ്ങനെ വന്നതാ, തളം ചോറിനാൻ വന്നാന്ന് തോന്നുന്നു. അങ്ങനെ വന്നു, അങ്ങോട്ട് പോകാനും വന്നതായിരിക്കും കൊച്ച. അങ്ങനെ പറഞ്ഞു, നോട്ടീസ് എല്ലാവർക്കും കൊടുത്തു. 16-17 വീട്ടിന് നോട്ടീസ് കൊടുത്തു. 24 വീട്ടിനും കൊടുത്തു. ഇന്നലെ മിനിഞ്ഞാന്നോ, ഇന്നലെ ഉച്ചയായപ്പോ അങ്ങനെ നോട്ടീസ് തന്നു. ഞങ്ങളെല്ലാരും മാറുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ഒരു ജന്മം, ഞാനൊക്കെ എനിക്ക് 2 പിള്ളേരാണ്. ആ പിള്ളേരുടെയൊക്കെ ജീവിതം ഇവിടെ തന്നെ, കുഞ്ഞു പിള്ളേരും ഒക്കെ ഇവിടെയുള്ള പിള്ളേരാണ്. ആ ജീവിതം ഞങ്ങളുടെ പാഴായ ഒരു മേഖലയാണിത്. ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനും പറ്റാനും പറ്റില്ല. ഞങ്ങൾ കൂലി വരെ എടുത്ത് ഓർത്തോളം 50,000 രൂപ ലക്ഷം വീടിന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതുകൂടാതെ ഞങ്ങളുടെ കാതും കഴുത്തും പറിച്ച് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാ ഇത്. അത് മൊത്തം ഇന്ന് ഞങ്ങൾക്ക് തീർന്നു പോയിരിക്കുക. ഞങ്ങൾ ഇതിലെ പോകണം, എങ്ങോട്ട് പോകണമെന്ന് ആരോട് ചോദിക്കണമെന്ന് അറിയാൻ പാടാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയണത്. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ ആരോട് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മോനെ ഇനി ജീവിക്കണ എന്തിനാ? ഞങ്ങളുടെ പൊന്നുമോനെ ഇന്ന് പോയേക്കണേ. ഞങ്ങൾക്ക് ഇവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടിക്കൂടുന്ന പിള്ളേത്. നീ എന്തിനാ ഞങ്ങൾ ജീവിക്കണോ? ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല മോനെ, എനിക്കൊന്നും ജീവിക്കണമെന്നില്ല മോനെ. നീ ഒരിക്കലും ജീവിക്കണ്ട, ഇത്രയൊക്കെ പറയാനുള്ളൂ.